മാസങ്ങൾ കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ. അതും മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരിക്കണം. മാഡം, ഞാൻ ചോദിച്ചത് ഇത് മാത്രമല്ല, സ്റ്റുഡൻറ്റിൻ്റെ പാർട്ട് ടൈം ഫെസിലിറ്റിയെ പറ്റി ഇവർ പറയുന്നുണ്ട്. ഞാൻ ആ പോയിന്റിലേക്ക്, എല്ലാ കൺട്രികളിലും എൻ്റെ ഒരു അറിവ് പ്രകാരം 4 hours a day, 20 hours per week, ഇതാണ് നമ്മൾ സ്റ്റുഡൻറ്റിനോട് ഗൈഡ് ചെയ്യുന്നൊരു പാർട്ട് ടൈം ലിമിറ്റേഷൻസ്. എന്നാൽ ഫുൾ ടൈം പാർട്ട് ടൈം ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈ ഷെങ്കൻ കൺട്രീസിലോട്ട് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത് പല റിക്രൂട്ടേഴ്സ്. മനസ്സിലായി. എല്ലാ യൂറോപ്യൻ യൂണിയനും ഇല്ല, എല്ലാ ഷെങ്കൻ കൺട്രിയും ഇല്ല. ഞാൻ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ മുമ്പേ ഞാൻ ആ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മൾക്ക് അവിടെ ലിത്വേനിയയിൽ ഒരുപാട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വർഷങ്ങളായിട്ട് അവിടെ പഠിപ്പിക്കുകയും സേവനമനുഷ്ഠിക്കുകയും അവിടെ പഠിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രൊജക്റ്റ് എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യും, യൂറോപ്യൻ യൂണിയൻ്റെ പ്രൊജക്റ്റ് എക്സ്പേർട്ടൊക്കെ ആകുകയും ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെയും അവരുടെ ഒഫീഷ്യൽ കൺസൾട്ടൻറ്റ് എന്നുള്ള ഒരു പദവി നൽകിയിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ഒരു കോൺട്രാക്റ്റ് ഇന്ത്യയിൽ വളരെ ചുരുക്കം ആളുകൾക്കുള്ള, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 5, ഹോൾ ഇന്ത്യയുടെ കേസാണ് ഞാൻ പറയുന്നത്. അതെ. അപ്പോൾ തന്നെ രോഹിത്തിന് മനസ്സിലാകും, ഈ ലെസ് ദാൻ 5 ഉള്ള കൺസൾട്ടൻസീസാണ് അതൊക്കെ, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് കമ്പനീസാണ്. ആ കമ്പനികളുടെ സബ് ഏജൻ്റ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ബാക്കിയുള്ള സകല ഏജൻസികളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മളിപ്പോൾ കണ്ടതുകൊണ്ട് ഈ പറയുന്നത് പോലെ റിലയബിൾ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, താങ്കളുടെ കൺസൾട്ടൻസി ഇപ്പോൾ ടിറ്റി വർഗീസിൻ്റെ സബ് ഏജൻ്റാണ് എന്ന് പറയുമ്പോഴേക്കും ഡയറക്റ്റ് കൺസൾട്ടൻ്റായ എനിക്ക് റിലയബിളിനെ ആ ഒരു അതോറിറ്റി ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് 5-ൽ താഴെ മാത്രമേ ഒഫീഷ്യൽ കൺസൾട്ടൻസീസ് ഉള്ളൂ. ഇവരുടെ എല്ലാം സബ് ഏജൻസാണ് നിങ്ങൾ കാണുന്ന ബാക്കിയുള്ള എന്താ പറയുക 100 കണക്കിന് ഏജൻസീസ്. അല്ലാതെ ഇവരാരും ഡയറക്റ്റ് അല്ല, ഒരാൾക്കും ഡയറക്റ്റ് ആക്സസ് ഇല്ല. അപ്പോൾ ഈ ഡയറക്റ്റ് ആക്സസ് ഉള്ള ഈ പറയുന്ന ലെസ് ദാൻ 5-ൽ ഒരാളാണ് ഞാൻ. അതാണ് ഈ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, അതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് റെഗുലേഷൻ ഉണ്ടെങ്കിലും, എന്ത് മാറ്റേഴ്സ് ഉണ്ടെങ്കിലും, എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും, എന്ത് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും, സ്റ്റുഡൻസിനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിലും ഒക്കെയും യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന എന്നെയാണ്, അല്ലാതെ വേറെ ആരെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് പല ഏജൻസീസിൽ പോകുമ്പോഴും അവർ പറയും, ഓക്കെ ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാണ്, റിപ്ലൈ ഇടാണ്. എനിക്കൊക്കെ ഒരു 10 മിനിറ്റ് അല്ലെ 20 മിനിറ്റിനുള്ളിൽ തന്നെയും യൂണിവേഴ്സിറ്റികളുടെ റിപ്ലൈ വരാറുണ്ട്. കാര്യം അതാണ് ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റെ പവർ. അപ്പോൾ അത് വേറെ ആർക്കും ഇല്ല. അപ്പം നമ്മൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് സീക്ക് ചെയ്യാം. ആ ഒരു കേസ് പറഞ്ഞു വരുമ്പോൾ പാർട്ട് ടൈമിൻ്റെ കേസിലേക്ക് ഞാൻ വരാം. 40 മണിക്കൂർ ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്ത് ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനും പാർട്ട് ടൈം ചെയ്യാനായിട്ട് ഇപ്പോൾ പെർമിഷനുണ്ട്. അത് റീസെൻറ്റ് എന്ന് വെച്ചാൽ 2-3 വർഷം മുമ്പുള്ള റെഗുലേഷനാണ്. അതിന് മുമ്പ് വരെ അതില്ലായിരുന്നു. എല്ലാ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിലോ ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ല. അതാണ് ലിത്വേനിയ എന്നുള്ള രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത്. ലിവിങ് കോസ്റ്റ് അഫോർഡബിൾ ആണ്, ട്യൂഷൻ ഫീസ് അഫോർഡബിൾ ആണ്, ഇത്രയും സ്കോളർഷിപ്പുകളുണ്ട്, പ്ലസ് 40 മണിക്കൂർ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ രോഹിത് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. ബാക്കിയുള്ള ഏജൻസീസ് പറയുന്ന ഒരു വലിയ സ്കാം എന്ത്, നിങ്ങൾക്ക് സ്റ്റഡീസ് പാർട്ട് ടൈം ആക്കാം. തെറ്റ്, ഒരിക്കലും പറ്റത്തില്ല. 5 അല്ലെങ്കിൽ 3 ഓരോ യൂണിവേഴ്സിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തത് വ്യത്യാസം വരും. 5 അല്ലെങ്കിൽ 3 ആബ്സെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരു ലെക്ചറിൽ വരുവാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, അത് ടീച്ചേഴ്സ് ഞാനൊക്കെ പഠിപ്പിച്ചതല്ലേ, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, നമ്മുടെ ഇതാണ് റെസ്പോൺസിബിലിറ്റീസാണ്. നമ്മളത് യൂണിവേഴ്സിറ്റിക്കാരെ ഇൻഫോം ചെയ്യും. യൂണിവേഴ്സിറ്റിക്കാർ നിങ്ങൾക്ക് 2 വാർണിംഗ് ഒക്കെ തരും. വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്നത് പോലെ പാർട്ട് ടൈം ജോലിയും ചെയ്ത് ഉഴപ്പി നടക്കുവാണ്, ക്ലാസ് കയറുന്നില്ല, അസൈൻമെൻറ്റ് വെക്കുന്നില്ല, കാശുണ്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഈ ഉഴപ്പ് പരിപാടിയില്ലേ, അത് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി യൂണിവേഴ്സിറ്റിക്കാർ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇൻഫോം ചെയ്യും. മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാക്സിമം ഒരു 7 ദിവസം തരും ലിത്വേനിയ വിട്ടു പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും
ശ്രദ്ധിക്കുക ഇങ്ങനെ. സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. അതെ, സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സ്കാം എന്താ പറയുക, വാഗ്ദാനങ്ങളിലൊന്നും പോയി പെടരുത്. ഒരുപാട് എൻ്റെ സ്റ്റുഡൻസ് ഒന്നും സോഫാറില്ല, ബാക്കിയുള്ള ഏജൻസീസിൽ നിന്നൊക്കെ പോയിട്ടുള്ള കുറേ സബ് ഏജൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ സബ് ഏജൻസീസിൽ നിന്ന് പോയ പിള്ളേരൊക്കെ തന്നെയും ഇപ്പോൾ തിരിച്ചു വന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മാം എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ? ഞാൻ പറഞ്ഞു, മോനെ നീ എന്തോ ചെയ്തിട്ടാ? അല്ല, ക്ലാസ് കയറിയില്ല. എന്നെ എടുക്കുമായിരുന്നു. അത് പിന്നെ വണ്ടി പിടിച്ച് നടക്കുമായിരുന്നു, ബിസി ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാൻഡേറ്ററി ആയിട്ടുള്ള അറ്റൻഡൻസ് വേണം, അസൈൻമെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്യണം, പ്രസൻറ്റേഷൻസ് കറക്റ്റായിട്ട് ചെയ്യണം, ക്ലാസ്സിൽ പോകണം. അറ്റ് ദ സെയിം ടൈം എന്തുണ്ട്, ഇത്രയും വലിയൊരു ഫ്രീഡം ഉണ്ട്. പിന്നെ ഇവിടുത്തെ പോലെ അല്ല രോഹിത്, നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ക്ലാസ്സിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിള്ളേർക്ക് ഒരു 3 മണിക്കൂറൊക്കെ ഒരു ദിവസം ക്ലാസ് കാണും, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കാണുമായിരിക്കും. ചില ക്ലാസ്സസൊക്കെ ഞാനൊക്കെ പഠിപ്പിച്ച് ഈവനിങ് 5 മണി മുതൽ വൈകിട്ട് 9 മണി വരെയുള്ള സമയം. ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾ ഫ്രീയാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ സ്റ്റുഡൻസ് ജോലിക്ക് പോകും. ഒബ്വിയസ്ലി. അപ്പോൾ അത്രേ ഉള്ളൂ. അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓരോ കോഴ്സ് അനുസരിച്ച് അത് വ്യത്യാസം വരും, പക്ഷേ എങ്കിൽ പോലും റിയാലിറ്റി ഇതാണ്. അപ്പോൾ ആ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, 40 മണിക്കൂർ പാർട്ട് ടൈം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോഫാർ. അതുകൂടാതെ ഇങ്ങനത്തെ സ്കാംസിലൊന്നും പോയി പെടാതെ ഇരിക്കുക. പിന്നുള്ളത് അറ്റൻഡൻസ് ഒക്കെ മാൻഡേറ്ററി ആണ്. മാം,